നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും കഥാലോകത്തേക്ക് സ്വാഗതം. വിക്രമാദിത്യ രാജാവിന്റെ സഭയിലുണ്ടായിരുന്ന 9 കവിരത്നങ്ങളിൽ ഒരാളായിരുന്നു എന്ന് പറയപ്പെടുന്ന കാളിദാസ കവിയുടെ ആദ്യകാലത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളിലേക്ക് പോകാം. കാളിദാസൻ ജന്മന ഒരു ബ്രാഹ്മണൻ തന്നെയായിരുന്നു. അദ്ദേഹം ബാല്യം മുതൽക്ക് തന്നെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യുകയും യൗവനാരംഭമായപ്പോഴേക്കും വലിയ വിദ്വാനായി തീരുകയും ചെയ്തു. അദ്ദേഹം ബാല്യത്തിൽ തന്നെ വലിയ ശിവഭക്തനായി തീർന്നു. ശിവദർശനം കഴിക്കാതെ ഭക്ഷണം കഴിക്കുകയില്ലെന്നുള്ള ഒരു നിഷ്ഠയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം കാളിദാസൻ ദേവദർശനത്തിനായി ഒരു ശിവക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ദിവ്യനായ ഒരു യോഗീശ്വരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ എന്തോ അപശബ്ദ സ്പർശനമുണ്ടെന്ന് തോന്നുകയാൽ കാളിദാസൻ ആ യോഗിയെ പരിഹസിച്ചു. അതിനാൽ ആ ദിവ്യൻ കോപിക്കുകയും നീ പഠിച്ചതെല്ലാം മറന്ന് മൂഢനും മന്ദബുദ്ധിയുമായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ആ ശാപവചനം കേട്ട് കാളിദാസൻ ഏറ്റവും വിഷണ്ണനായി തീരുകയും ആ യോഗീശ്വരൻ്റെ പാദത്തിങ്കൽ വീണ് നമസ്കരിച്ച് ക്ഷമായാചനം ചെയ്യുകയും ചെയ്തു. ഉടനെ ആർദ്രമാനസനായി ഭവിച്ച ആ ദിവ്യൻ ഒരു കാലത്ത് നിനക്ക് ഭദ്രകാളി പ്രസാദം സിദ്ധിക്കുന്നതിന് സംഗതിയാകും. അപ്പോൾ നിന്റെ ബുദ്ധിമാന്ദ്യം നീങ്ങി പൂർവാധികം ബുദ്ധിമാനും വിദ്വാനുമായി തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. എങ്കിലും അക്കാലം മുതൽ കാളിദാസൻ കേവലം മൂഢനും മന്ദബുദ്ധിയുമായി തീരുകയും സ്വകുലാചാരങ്ങളെല്ലാം വിട്ട് ഒരു കൂട്ടം അജപാലന്മാരുടെ കൂട്ടത്തിൽ കൂടി നടന്നു തുടങ്ങുകയും ചെയ്തു. അക്കാലത്ത് അവിടെ ഒരു പ്രഭുവിന്റെ പുത്രിയും സർവാംഗ സുന്ദരിയും വലിയ വിദുഷിയുമായ ഒരു കന്യകയുണ്ടായിരുന്നു. അവളുടെ യോഗ്യതകൾ കേട്ട് അനേകം യോഗ്യന്മാർ അവളെ വിവാഹം ചെയ്യുവാനായി ചെന്നു. എന്നാൽ ആ കന്യക ശാസ്ത്രവാദത്തിൽ തന്നെ ജയിക്കുന്നവരെ മാത്രമേ താൻ ഭർത്താവായി വരിക്കുകയുള്ളൂ എന്ന് നിശ്ചയം ചെയ്തിരുന്നതിനാൽ വിവാഹത്തിനായി ചെന്നവരെയെല്ലാം അവൾ വാദത്തിൽ തോൽപ്പിച്ചയച്ചു. അവളെ ജയിക്കാൻ കഴിയായികയാൽ ഏറ്റവും ഇച്ഛാഭംഗത്തോടു കൂടിയാണ് എല്ലാവരും മടങ്ങിപ്പോയത്. അതിനാൽ പിന്നെ ആരും വരാതെയായി. കന്യകയ്ക്ക് യൗവനദശ അതിക്രമിച്ചു തുടങ്ങിയപ്പോൾ അവളുടെ അച്ഛൻ ഇനി ശാസ്ത്രവാദവും മറ്റും വേണ്ട, യോഗ്യനായ ഒരാളെ ക്ഷണിച്ചു വരുത്തി കന്യകയെ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് നിശ്ചയിച്ച് ഓരോരുത്തരുടെ അടുക്കൽ തന്റെ ഭൃത്യന്മാരെ അയച്ചു. ആരും വന്നില്ല. ഒടുക്കം പ്രഭു ആരെയെങ്കിലും വിളിച്ചുകൊണ്ടുവന്ന് കന്യകയുടെ വിവാഹം ഉടനെ നടത്തിക്കൊടുക്കണമെന്ന് നിർബന്ധിച്ചു തുടങ്ങിയതിനാൽ ഭൃത്യന്മാർക്ക് വലിയ ബുദ്ധിമുട്ടായി തീർന്നു. യോഗ്യന്മാരും വിദ്വാൻമാരുമായ അനേകം ആളുകൾ വന്നിട്ട് അവരെയൊക്കെ മടക്കി അയച്ച ഈ കന്യകയെ ഒരൊന്നാന്തരം മൂഢനെ കൊണ്ട് തന്നെ വിവാഹം ചെയ്യിക്കണമെന്ന് ആ ഭൃത്യന്മാരെല്ലാവരും കൂടി ആലോചിച്ച് നിശ്ചയിച്ചു. പിന്നെ അവർ ഒരു മൂഢനെ കിട്ടാനായിട്ട് അന്വേഷിച്ചു പുറപ്പെട്ടു. അങ്ങനെ ചെന്നപ്പോൾ കാഴ്ചയിൽ ഒരു സുന്ദരനായ ഒരാൾ ഒരു വൃക്ഷശാഖയിന്മേൽ കയറിയിരുന്നു കൊണ്ട് അയാൾ ഇരിക്കുന്ന ശാഖയുടെ കട തന്നെ മുറിക്കാൻ തുടങ്ങിയിരിക്കുന്നതായി കണ്ട് അവർ ഈ മനുഷ്യൻ ഒരു മൂഢൻ തന്നെയെന്ന് തീർച്ചപ്പെടുത്തി. അയാളെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളും മറ്റും ധരിപ്പിച്ച് പ്രഭുഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. ആ മനുഷ്യൻ നമ്മുടെ കഥാനായകനായ കാളിദാസ മഹാകവി തന്നെ. ആടുകൾക്ക് തിന്നാൻ കൊടുക്കാനായിട്ടായിരുന്നു അയാൾ വൃക്ഷശാഖ മുറിക്കാൻ ശ്രമിച്ചത്. ആ മനുഷ്യനെയും കൊണ്ട് ഭൃത്യന്മാർ പ്രഭുഗൃഹത്തിൽ ചെന്ന് ചേർന്നു. അവിടെ വിവാഹ മണ്ഡപത്തിലിരുന്ന അനേകം ചിത്രങ്ങളുടെ കൂട്ടത്തിൽ രാവണന്റെ ചിത്രം കണ്ടിട്ട് കാളിദാസൻ അബ്ബടാ രാവണോ എന്ന് പറഞ്ഞു. അത് കേട്ട് കന്യക, ഈ മനുഷ്യൻ അക്ഷരജ്ഞാനമില്ലാത്ത മൂഢനാണെന്ന് തോന്നുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഭൃത്യന്മാരിൽ വിദ്വാനായ ഒരാൾ ഇപ്രകാരം: കുംഭകർണേ ബകാരോസ്തി വിഭീഷണേ രാക്ഷസാനാം കുലശ്രേഷ്ഠോ രാവണോ നൈവ രാവണ എന്നൊരു ശ്ലോകം കൊണ്ട് കാളിദാസൻ പറഞ്ഞതിനെ സാധൂകരിച്ചു. അതിൽ കന്യക തോറ്റു. ഉടനെ വിവാഹവും നടത്തി. വധൂവരന്മാർ അത്താഴം കഴിച്ച് ശയനഗൃഹത്തെ പ്രാപിച്ചതിൻ്റെ ശേഷം കാളിദാസന്റെ ഓരോ ചേഷ്ടിതങ്ങൾ കൊണ്ട് അദ്ദേഹം കേവലം ഒരു മൂഢൻ തന്നെയെന്ന് തീർച്ചപ്പെടുത്തി. ഈ പുരുഷനോടുകൂടി ജീവിക്കുന്ന കാര്യം പ്രയാസം തന്നെ എന്ന് നിശ്ചയിച്ച കന്യക അദ്ദേഹത്തെ നിരാകരിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തു. കാളിദാസന് അപ്പോൾ ബുദ്ധിക്ക് മാന്ദ്യം സംഭവിച്ചിരുന്നുവെങ്കിലും പ്രഭുകന്യകയുടെ ഈ ധിക്കാരം അദ്ദേഹത്തിന് ഒട്ടും തന്നെ സഹ്യമായില്ല. അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി വനാന്തരത്തിലുണ്ടായിരുന്ന ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോയി. രാത്രികാലങ്ങളിൽ മനുഷ്യരാരെങ്കിലും അവിടെ ചെന്നാൽ ദേവിയുടെ ഭൂതഗണങ്ങൾ പിടിച്ച് ചീന്തി ചോര കുടിച്ച് കൊല്ലുകയോ ദേവി പ്രസാദിച്ച് അനുഗ്രഹിക്കുകയോ രണ്ടാലൊന്ന് സംഭവിക്കണമെന്നുള്ള കാര്യം തീർച്ചയായിരുന്നു. എന്തെങ്കിലും വരട്ടെ എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ടാണ് കാളിദാസൻ അങ്ങോട്ട് പോയത്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ദേവി പുറത്തിറങ്ങി എവിടെയോ പോയിരിക്കുകയായിരുന്നു. ക്ഷേത്രം തുറന്നു കിടന്നിരുന്നു. കാളിദാസൻ അകത്ത് കടന്ന് വാതിലടച്ച് സാക്ഷിയിട്ടുകൊണ്ട് അവിടെയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദേവി മടങ്ങി വന്നു. അപ്പോൾ ക്ഷേത്രം അടച്ച് സാക്ഷിയായിട്ടിരിക്കുന്നതായി കണ്ടിട്ട്
ദേവി അകത്താര് എന്ന് ചോദിച്ചു. അപ്പോൾ കാളിദാസൻ വാതിൽ തുറക്കാതെ ധൈര്യസമേതം പുറത്താര് എന്ന് ചോദിച്ചു. മനുഷ്യ സഞ്ചാരം തുടങ്ങുന്നതിന് മുമ്പ് അകത്തു കടക്കേണ്ടത് അത്യാവശ്യമായിരുന്നതിനാൽ ദേവി ബന്ധപ്പെട്ട് പുറത്ത് കാളി എന്ന് പറഞ്ഞു. അപ്പോൾ കാളിദാസൻ എന്നാൽ അകത്ത് ദാസൻ എന്ന് പറഞ്ഞു. അത് കേട്ട് ദേവി പ്രസാദിക്കുകയും കാളിദാസ നിനക്കെന്ത് വേണം, വാതിൽ തുറക്കുക എന്ന് വീണ്ടും പറയുകയും ചെയ്തു. അത് കേട്ട് കാളിദാസൻ എനിക്ക് വിദ്യയാണ് വേണ്ടത്, അത് തന്നാലല്ലാതെ ഞാൻ വാതിൽ തുറക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ ദേവി എന്നാൽ നിന്റെ നാവ് ഈ വാതിലിൻ്റെ ഇടയിൽ കൂടി പുറത്തേക്ക് കാട്ടുക എന്ന് പറയുകയും കാളിദാസൻ നാവ് പുറത്തേക്ക് കാട്ടിക്കൊടുക്കുകയും ദേവി ഉടനെ തൻ്റെ ശൂലാഗ്രം കൊണ്ട് ആ നാവിൽ വിദ്യാപ്രദമായ ചിന്താമണി മന്ത്രം എഴുതുകയും തൽക്ഷണം കാളിദാസന്റെ ബുദ്ധി കാർമേഘം നീങ്ങി ചന്ദ്രിക എന്ന പോലെ മാലിന്യം നീങ്ങി തെളിയുകയും അദ്ദേഹം വലിയ വിദ്വാനും മഹാകവിയുമായി തീരുകയും ചെയ്തു.